കോഴിക്കോട് ബാലുശ്ശേരിയിലെ ക്വാറിക്കെതിരെ സമരം ശക്തമാക്കി പ്രദേശവാസികൾ. സമരം 22 ദിവസം പിന്നിട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കല്ലുകൊണ്ടുപോകുന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഈ ക്വാറി കൊണ്ടെന്താണ് ഉപദ്രവം? അജിംസ്, ബാലുശ്ശേരി എരമംഗലത്തെ ക്വാറിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ശക്തമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 22 ദിവസമായി ഈ വിധത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ കാണാം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ലോറികൾ ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നത്, അതായത് ക്വാറിയിൽ നിന്ന് കല്ല് എടുത്തുകൊണ്ട് പോകുന്നതിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തിക്കൊണ്ടാണ് സമരക്കാരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 50ഓളം പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ലോറികൾ പുറത്തേക്ക് പോകുന്നത്. വലിയ ഒരു പ്രതിസന്ധി, വലിയൊരു പ്രയാസം ഈ നാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ വലിയ ശബ്ദവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മലിനീകരണം, വായു മലിനീകരണം ഉൾപ്പെടെ പൊടിപടലങ്ങൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഈ പ്രതിഷേധവുമായി കൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോടതിയുടെ ഓർഡർ ഉണ്ട്, അതുപോലെ NOC ഉണ്ട്, അതിനാലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിന്റെ ഉടമകളും പറയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കവും വലിയ പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ബാലുശ്ശേരിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KCUന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് കൂടി ചേരുകയാണ്. സമരത്തിന്റെ ഭാഗമായെത്തിയതാണ്. അപ്പോൾ ഈ ഒരുപാട് പേരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ഇവിടുന്ന് കൊണ്ടുപോയി. പോലീസ് നടത്തിയത് വളരെ ക്രൂരമായ ഒരു നരനായട്ടാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. കാരണം ഞാൻ ആ വീടുകളിലൊക്കെ ഈ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ പോയ ഒരാളാണ്. ആ വീടുകളിലൊക്കെ വിണ്ട് കയറി കിടക്കുകയാണ് ഈ കോറിയിൽ നിന്നുള്ള പ്രകമ്പനം കൊണ്ട്. അവിടെ നിന്നുള്ള പൊടിപാറിയിട്ട് മാറാ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രായമായ മനുഷ്യർ ആ വീടുകളിലൊക്കെ നിലനിൽക്കുകയാണ്. കുട്ടികൾക്ക് ഗുരുതരമായ രോഗങ്ങൾ വരുന്നു. ഈ കോറിയിൽ നിന്ന് ലോഡ് കണക്കിന് മണ്ണെടുത്തിട്ട് കൂട്ടിയിട്ടതിൻ്റെ ഫലമായിട്ട് ഒരു മഴ പെയ്താൽ ഏത് സമയത്തും ആ വീടുകളിലേക്ക് കുത്തിയൊലിച്ച് വന്ന് അപകടം സംഭവിക്കാമെന്നുള്ള രീതിയിലുള്ള ചേട്ടാ അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തല്ലേ? ഒരാൾ സമരപ്പന്തലിൽ നിൽക്കുന്ന വണ്ടിയൊന്നും തടയുന്നില്ലല്ലോ. വണ്ടി തടയുന്നില്ലല്ലോ. അവരോ സമരപ്പന്തലല്ലേ നിൽക്കുന്നത്, അത് നിന്നോട്ടെ. ഇങ്ങനെ ഈ രീതിയിൽ പോലീസ്, ഇത് ഒരു സമരപ്പന്തലാണ്. ഈ സമരങ്ങൾ നടത്തുന്നത് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. വീടുകളിൽ വിണ്ട് കയറി അവിടെ സ്വൈരജീവിതം നഷ്ടപ്പെടുമ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആളുകൾ സമരം ചെയ്യും. 2, മാറാ രോഗങ്ങളിലേക്ക് ആളുകൾ തള്ളിവിടുമ്പോൾ ചേച്ചിമാരുൾപ്പെടെ സമരം ചെയ്യും. ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവരുടെ വീടുകളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് ചേച്ചിമാരുൾപ്പെടെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ ആ വന്ന് നിൽക്കുന്ന കുഞ്ഞുകുട്ടികളെ ബലമായി ആക്രമിക്കുകയും ബലമായി അവർക്കെതിരെ അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന പോലീസിന്റെ ഇതിലുള്ള താല്പര്യങ്ങൾ അന്വേഷിക്കപ്പെടാനാണ്. ഒരു ഭരണകൂടം എന്തുത്തരവ് പറഞ്ഞാലും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പുറത്തല്ല ഒരു ഉത്തരവെന്നും ഈ പോലീസിനെയും അധികാരികളെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഏതെങ്കിലും സാധുക്കളാണ്, പാവങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കുഞ്ഞുകുട്ടികളെയും ഉപദ്രവിക്കാനും കയ്യേറ്റം ചെയ്യാനുമാണ് പോലീസിന്റെ നടപടിയെങ്കിൽ മെയ് 4 വരെ ഒന്ന് കാത്തിരുന്നോളൂ എന്നാണ് പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേ രീതിയിലുള്ള മറുപടി പോലീസിനെതിരെ ജനകീയ സമരം അണിനിരത്തി ഞങ്ങളും ഉണ്ടാവും ഇതിന്റെ മുൻനിരയിൽ നിന്ന് പോലീസിനുൾപ്പെടെ ഓർമ്മിപ്പിക്കണം. അത്തരത്തിലുള്ള ഭീഷണിയൊന്നും സമരപ്പന്തൽ നിൽക്കുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും വേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി വരെ ഓർമ്മിപ്പിക്കുകയാണ്. ജിംസ്, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വലിയ പ്രതിസന്ധി, വലിയ പ്രയാസങ്ങൾ അവരുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഏതായാലും സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. ഇതിനിടയിൽ ഏതാനും പേരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം തുടരുക തന്നെയാണ് ഇവിടെ ഇപ്പോഴും. അതുപോലെ തന്നെ വലിയ രീതിയിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അക്രമ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്യാമ്പിന്റെ ഭാഗമായിക്കൊണ്ട് പോലീസ് ഇവിടെ പട്രോളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. അജിംസ്, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ബാലുശ്ശേരിയിലെ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി.